ഈ ഒരു ക്ലാരിറ്റി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് സന്ധ്യയാണെന്നല്ല കേട്ടോ, ഇത് മോർണിംഗ് ആണ്. രാവിലെ 6 മണിയല്ല, ഒരു 7 മണി 7:30 അങ്ങനെ ആയി കാണും. അപ്പം നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്രക്കിംഗ്, ഒരു മല കയറാൻ പോവാന്ന്. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയും ലേറ്റ് ആവണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോവാണ്. ആദ്യത്തെ ഒരു ട്രിപ്പ് കൊണ്ടുവിട്ടിട്ട് രണ്ടാമത്തെ ട്രിപ്പിലാണ്. അപ്പോൾ ഇതാ ഇവർക്കൊക്കെ നാണാണ് ഗൈസ്, സോഷ്യൽ ആൻസൈറ്റി. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ താഴത്തുനിന്ന് മേലോട്ട് കുറേ കയറണം. ഇവർ ഈ ഫസ്റ്റത്തെ ഈ ഓട്ടം ഒന്നും നോക്കണ്ട, ഇവരുടെ ഈ ആവേശം പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. പിന്നെ എല്ലാം ക്ഷീണിക്കും, കാരണം നല്ല കയറ്റമാണ്, അങ്ങോട്ട് നടക്കാൻ തന്നെ നല്ല പാടാണ്. ഇത് മല വന്നിട്ട് കുറുമ്പാലക്കോട്ടയാണ് കേട്ടോ. മുന്നേ ഞാൻ ഷോർട്സിലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു 6 മണിക്കെങ്കിലും മല കയറി കഴിഞ്ഞ് മേലെ എത്തണം. എന്താണെന്ന് വെച്ചാൽ സൺറൈസ് കാണണമെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ ആ ഒരു ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ലേറ്റായി, 7:30 എങ്ങാണ്ടായി. പിള്ളേരൊക്കെ മല കയറി ഏകദേശം തളർന്ന മട്ടാണ്. ഞാനൊക്കെ തളർന്ന് ചത്ത് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. മലേൻ്റെ മുകളിലോട്ട് കയറുന്തോറും അവിടെ ഇവിടെയായിട്ട് വീടുകളൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇവരെങ്ങനെയാണ് ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ ടൗണിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ റോഡുണ്ട് അതങ്ങ് താഴെയാണ്, ഇവർ വന്നിട്ട് മേലെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കഠിന പ്രയത്നത്തിന് ശേഷം മലേൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫ്രഷ് വ്യൂ കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും അടിപൊളിയാണ്, എങ്ങനെ വന്നാലും മലേൻ്റെ മുകളിൽ അടിപൊളിയാണ്. അവൾ പറഞ്ഞു കേട്ടില്ലേ, ഇതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നു, ഒട്ടും സ്റ്റാമിന ഉണ്ടായിരുന്നില്ല മല കയറാൻ. ചിലവർക്ക് സ്റ്റാമിന ഉണ്ട്, ചിലവർക്ക് സ്റ്റാമിന ഇല്ല, അതായിരുന്നു അവസ്ഥ. സത്യം പറഞ്ഞാൽ കയറുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് പോയിട്ട് നേരെ ചൊവ്വ ശ്വസിക്കാനോ സംസാരിക്കാനോ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ടയേർഡായിപ്പോയി. പക്ഷെ എന്തൊക്കെ ആയാലും ഉണ്ടല്ലോ, നടന്ന് അത്രയും അവശതയായി മുകളിലെത്തുമ്പോൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് മൈൻഡ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ സംഭവം സൂര്യൻ ഉദിച്ച് ഏകദേശം മുകളിലെത്തി. ആ ഒരു തുടക്കത്തിൽ ആ ഒരു വ്യൂ കാണണം. ഇപ്പോൾ കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടയുടെ ഒരു സൈഡിലാണുള്ളത്. ഇതല്ലാണ്ട് ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്, അവിടത്തേക്ക് നമ്മൾ കാണാൻ പോവാണ്. കുറേ നടക്കണം ഇതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡിലെത്തി. അവിടെ ചായക്കടയും അങ്ങനെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ചായക്ക് തന്നെ, ഒരു ചായക്ക് തന്നെ 25 രൂപയാകും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും താഴെന്ന് ചുമന്നുകൊണ്ട് മുകളിലോട്ട് വരികയാണ്. അപ്പം ആ ഒരു റേറ്റ് ഒന്നും അല്ലാന്ന് പിന്നെ എനിക്ക് തോന്നി. അവിടെ നോക്കി തേനീച്ചയൊക്കെ നിറച്ചിങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു, ആ ചായക്കട നിറച്ചു. എന്നിട്ട് അവർ നിവൃത്തികേട് കൊണ്ട് ഈ പഞ്ചസാര ഡെപ്പിയിൽ പഞ്ചസാര കുറച്ചാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്, ഇതിനെ ശല്യം കുറയ്ക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മലമുകളിലുള്ള കുഞ്ഞു ചായക്കട. ഇവിടെ നല്ല ചിലവ്, അവർക്ക് നല്ല പൈസ ലാഭമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ മോർണിംഗിലും ഈവനിങ്ങിലും ആയിട്ട് ഇവിടെ വരുന്നുണ്ട് കണ്ടോ. ട്രക്കിങ് വരെ ചെയ്ത് അവർ ടെൻ്റ് അടിച്ച് ഇവിടെ താമസിച്ച് വ്യൂ കാണുന്നവർ വരെ ഉണ്ട്, അത്രയ്ക്കും നൈസാണ്. അങ്ങനെ കണ്ടോ, ഇതിലെ മുഴുവൻ നടന്ന് എത്രയോ ദൂരങ്ങൾ ഞങ്ങൾ നടന്നു കേട്ടോ. സംഭവം ഓരോ ഭാഗത്തോട്ടായിട്ട് പോവുകയാണ് ഞങ്ങൾ. ഇതിൻ്റെ പല മുക്കും മൂലയും കാണണമല്ലോ, ഓരോ സൈഡിൽ നിന്നും ഓരോ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയുന്ന ആ നേരം കൊണ്ട് നമ്മൾ പോകണം. പക്ഷെ നമ്മൾ വീടിൻ്റെയും നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. പക്ഷെ പലരും അത് കാണാതെ പോകുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ അമ്മയും അവിടെയുള്ള അധികം ചേച്ചിമാരൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് കണ്ടിരിക്കണം. അവർക്ക് ഇങ്ങോട്ട് കയറാനും കാല് വയ്യാത്തതിനെ കൊണ്ട് ഞങ്ങൾ വിളിച്ചായിരുന്നു, പക്ഷെ അവർക്ക് പറ്റത്തില്ല. ഞങ്ങൾ തന്നെ ഏറെക്കുറെ ടയേർഡായി. പക്ഷേ എങ്ങനെയെങ്കിലും മെല്ലെ ആയാലും നടന്നിട്ട് അവരെയൊക്കെ ഇത് കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് കൊണ്ടുവരണമെന്നുമുണ്ട്, പക്ഷെ അവരങ്ങനെയൊന്നും വരുന്ന ടൈപ്പല്ല. ഇവിടെയൊക്കെ കണ്ടോ, മേഘമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയല്ലോ, അതുകൊണ്ട് തന്നെ. ഇത് സച്ചു, ഹായ്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം ഇരുന്നു, കാരണം എന്നിട്ടും നമുക്ക് ആ ക്ഷീണമൊന്നും മാറുന്നില്ല. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു.
എന്തായാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് നാലാൾ അറിയണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം കുരങ്ങന്മാരെ നോക്കിയിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇതൊരു കൊക്ക പോലത്തെ സ്ഥലമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാല് സ്പ്ലിറ്റ് ആവുകയോ എങ്ങാനും ചെയ്താൽ താഴെ കിടക്കും ഗൈസ്. കണ്ടോ, കൊക്കയാണ്. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് കേട്ടോ നിൽക്കണതും ഇരിക്കണതും ഒക്കെ. ഇത് മലയുടെ മറ്റൊരു ഭാഗമാണ്. കണ്ടോ, കുരിശൊക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ വ്യൂ കണ്ട് ഇറങ്ങി, മല ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും നല്ല നിറച്ചും ആൾക്കൂട്ടമായിരിക്കും. അത്രയും കോടമഞ്ഞായിരിക്കും ഇവിടെ. ലേറ്റായിപ്പോയി, എന്ത് ചെയ്യാൻ. ഞാൻ എവിടെയെങ്കിലും നിന്ന് ഏകാന്തതയിലോട്ട് മുഴുകുമ്പോഴേക്കും ഏട്ടൻ എന്നെ വിളിക്കും. ഓരോ ഭാഗത്തുനിന്നും ഓരോ വ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ഏട്ടൻ നമ്മളെ പല ഭാഗത്തിലോട്ടായി കൂട്ടിക്കൊണ്ടുപോയി. നടന്ന് മടുത്ത് ഗൈസ്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് നമുക്ക് ഉണ്ടായിപ്പോയി. അങ്ങനെ നമ്മൾ പല ഭാഗങ്ങളിലോട്ടായി ദീർഘദൂരം നടന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ ഈ ഇറങ്ങണ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ വടി കുത്തി ഇഴഞ്ഞ് കയറി വന്നത് ഗൈസ്. കയറുമ്പോൾ നമുക്ക് ഒട്ടും സ്റ്റാമിന ഇല്ലായിരുന്നു. ഫോൺ കയ്യിലെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒന്നും തന്നെ എടുക്കാൻ സാധിച്ചില്ല. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്പെഷ്യൽ പ്ലേസാണ് ഗൈസ് ഇത്. നിങ്ങൾ എന്തായാലും വരണം, കാണണം. അങ്ങനെ നമ്മൾ പോയി അത്രയും കഷ്ടപ്പെട്ട് കയറിയ സ്ഥിതിക്ക് നമ്മൾ ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ നോക്കിയാൽ ഇപ്പോഴും ആ ഒരു വ്യൂ പോയിട്ടില്ല. ഇതാണ് നമ്മൾ ടീംസ് കേട്ടോ. ഒരു വലിയൊരു ടീംസുമായിട്ടാണ് നമ്മൾ മല കയറാൻ വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് പേര് മാത്രം കപ്പിൾസായിട്ടുള്ളവർ ബൈക്കിൽ വന്നു. നമ്മൾ എല്ലാവരും നടന്ന് തന്നെയാണ് വന്നത് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കയറിയ ആ കയറ്റം ഇനി എങ്ങനെ ഇറങ്ങി തീർക്കും എന്നതിനെ കുറിച്ചാണ്. വണ്ടി സൗകര്യമൊക്കെ ഉണ്ട്. നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വരാം. കാരണം ഇതിൻ്റെ ഏകദേശം ഹൈപ്പിൽ വരെ വണ്ടി വരുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇവിടെ എവിടെയായിട്ടൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഏകദേശം അടുത്തായിട്ട് അതാ ടാങ്ക്. അവിടെയായിട്ട് വണ്ടി വരും. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, പിന്നീട് ഒരു മെമ്മറീസ് ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് മെമ്മറീസൊക്കെയാണ് ഇത് സംഭവം. എല്ലാവരും മുഖത്ത് സന്തോഷമുണ്ട്. ഹായ്. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് റോഡ് സൈഡ് എത്തി. അങ്ങനെ നോക്കുമ്പോഴല്ലേ ഇവിടെ വലിയ കച്ചവടം നടക്കണം. നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ അരിച്ച് പെറുക്കി നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടി എല്ലാവർക്കും പുളിയച്ചാറും അച്ചാറും മുട്ടായും എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാം. അങ്ങനെ അവിടെ GPay സെറ്റപ്പ് വരെ ഉണ്ട് ഗൈസ്. സാധനങ്ങളൊക്കെ എന്തൊക്കെയോ എല്ലാവരും വാങ്ങി കൈ പിടിച്ച്. പക്ഷെ ഏതൊക്കെ വാങ്ങി ഒരു തിരിപാടില്ലാണ്ട് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ കയ്യിലുള്ള ചില്ലറ പൈസ തികയൂലെന്ന് കണ്ടപ്പോൾ കുട്ടി ഞങ്ങൾക്ക് GPay ഒക്കെ നീട്ടി തന്നു. പിന്നെ നമ്മളൊരു ദൂരത്തെ നടത്തത്തിന് ശേഷം ഒരു കട കണ്ട്. അവിടെ നിന്ന് ആവശ്യത്തിലധികം എല്ലാവരും സോഡയും ബിസ്ക്കറ്റും എന്തൊക്കെയോ വാങ്ങിക്കഴിച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ കുറുമ്പാലക്കോട്ട ട്രക്കിംഗ് വൈൻഡപ്പ് ആവുകയാണ്. ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.